ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ ചായക്കട സ്പെഷ്യൽ മസാല ബോണ്ടയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ വെച്ച് ചൂടിടുക. അതിനുശേഷം ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഒരു സവാളയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരു മീഡിയം സൈസായിട്ടുള്ള സവാള മതിയാവും. കുറച്ച് ഗ്രീൻ പീസും കൂടി ചേർക്കാം. ഗ്രീൻ പീസ് ഇത് ഫ്രഷ് ഗ്രീൻ പീസാണ്, അതുകൊണ്ട് നേരിട്ട് തന്നെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉണങ്ങിയ ഗ്രീൻ പീസ് ആണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കുക, അതിന് ശേഷം ചേർത്താൽ മതിയാവും. ഗ്രീൻ പീസ് മസ്റ്റല്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇതിനി ഒരു 2-3 മിനിറ്റ് നേരത്തേക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർക്കാം, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇത്രയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു സെക്കൻഡ് നേരത്തേക്ക് വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ഒന്ന് ഉടച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഈ ഒരു സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് തന്നെ വെന്തിരിക്കണം. ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് ഉടച്ച് ചേർക്കാം. ഇനി മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി കട്ട് ചെയ്ത് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങിൻ്റെ പീസസൊക്കെ ചെറുതായിട്ട് നമ്മൾ ഈ സ്പൂൺ വെച്ച് തന്നെ ഉടച്ചെടുക്കാം. നല്ലതുപോലെ സോഫ്റ്റ് ആയിരിക്കണം, ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാത്ത വിധം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. മസാലയും റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു 5 മിനിറ്റ് വെച്ചാൽ തന്നെ ഇത് നന്നായിട്ട് തണുത്ത് കിട്ടും. അപ്പോൾ ഇതിനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മാവ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കടലമാവ് വേണം. 1 കപ്പ് കടലമാവ് എടുത്തിട്ട് ഇതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി ചേർക്കാം. വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ ഏതായാലും കുഴപ്പമില്ല. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. നമ്മൾ മസാലയിലും ഉപ്പ് ചേർത്തതാണ്, അപ്പോൾ നോക്കിയിട്ട് ചേർക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് കട്ടിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കുറച്ച് കട്ടിയിൽ തന്നെയാണ് ഇപ്പോൾ ആക്കിയെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട്, അതായത് പെരുങ്കായപ്പൊടി. നല്ല ഫ്ലേവറും കിട്ടും, മാത്രമല്ല ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതിനും നല്ലതാണ്. പിന്നെ നമ്മൾ മാവൊന്ന് സോഫ്റ്റാക്കാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് നല്ല പുളിച്ച ദോശമാവൊക്കെ ഉണ്ടെങ്കിൽ ഒരു 1/4 കപ്പോളം ദോശമാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ സോഡയുടെ ആവശ്യമൊന്നും വരില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മാവിൻ്റെ ഒരു കോട്ടിങ് ഇതുപോലെ സ്പൂണിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണം. ഇതിപ്പോൾ കണ്ടാൽ മനസ്സിലാവും, സ്പൂണിൽ കണ്ടില്ലേ ഒരു കോട്ടിങ് സ്പൂണിൽ കാണാൻ പറ്റും. ഈ ഒരു പരുവത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഉരുളക്കിഴങ്ങ് തണുത്തതിന് ശേഷം ചെറിയ ബോൾസാക്കി ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് വറുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ നന്നായിട്ട് ചൂടാവണം. അതിന് ശേഷം ഓരോ ബോൾസും കടലമാവിൽ മുക്കിയതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ബോൾസ് മുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ മാവ് കോട്ട് ചെയ്തിരിക്കണം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വറുത്തെടുക്കാം. 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വറുത്തെടുത്താൽ മതി, പെട്ടെന്നായി കിട്ടും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ബാക്കിയുള്ളതും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിലുള്ള നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ചട്നിയുടെ കൂടെ ഒക്കെ കഴിക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്